അത് രാഷ്ട്രീയമായി ഷാഫി പറമ്പിലിനെ ഇന്നലെ ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടകരയിൽ തടഞ്ഞ സംഭവം ഉപയോഗിക്കാൻ UDF തീരുമാനിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തും ക്ലിഫ് ഹൌസിലേക്കും വലിയ മാർച്ചായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ടായിരുന്നു. കാര്യമായി അക്രമവും പോലീസിന്റെ ബലപ്രയോഗവും ഒക്കെ നടക്കുകയും ചെയ്തു. അത് LDF-നെതിരെ ആയുധമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി ലീഗും RMPയും രംഗത്തിറങ്ങും. ഷാഫിക്കെതിരായ CPM നീക്കം ഇനി കരുതലോടെ ആയിരിക്കും. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, എന്തിനാണ് ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്നത് എന്ന ചോദ്യം ഒരു വശത്ത്. രണ്ടാമത് ഷാഫി പറമ്പിലിന്, പ്രതിരോധത്തിലായിരുന്ന ഷാഫി പറമ്പിലിന് ഒരു അഗ്രസീവ് മോഡിലേക്ക് പോകാനുള്ള അവസരം ഇവരായി ഒരുക്കി കൊടുത്തു എന്നുമുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഈ തടയലും പ്രതിരോധവും മുന്നോട്ട് പോകുക? ഒരുപക്ഷെ ഈ വിഷയത്തിനകത്ത് ഷാഫി പറമ്പിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തി വരികയായിരുന്നു. കാരണം രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഷാഫിയുടെ വിശദീകരണങ്ങളിലും രാഹുലിനെ ഒരു കരുതലോടെ ഒരു കവചമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു ഷാഫി എടുത്തത്. പക്ഷേ ഇന്നലെയോടുകൂടി ആ ചിത്രം മാറിയിരിക്കുകയാണ്. കാരണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ തടഞ്ഞു വെക്കുകയും എന്ന് മാത്രമല്ല അതൊരു ചാരിറ്റി പരിപാടിയായിരുന്നു. ഭിന്നശേഷിക്കാരുടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഷാഫിയെ തടഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആ പരിപാടിയിൽ തിരിഞ്ഞു പോകുമ്പോൾ ഈ ഷാഫിയോട് തന്നെ അസഭ്യമൊക്കെ തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവ് പറയുന്ന ഒരു സാഹചര്യവും അവിടെ കണ്ടു. അങ്ങനെ വളരെ മോശമായി സംസാരിക്കുന്നത് കൂടി ആയുധമാക്കിക്കൊണ്ട് ഷാഫി പുറത്തിറങ്ങി കയർക്കുകയും അത് പിന്നീട് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്യുകയായിരുന്നു. അവിടെ തന്നെ ഷാഫി മാസ് ഡയലോഗുകൾ പറഞ്ഞ ശേഷം പിന്നീട് അവിടെ ആ റോഡിലൂടെ, ടൗൺ ഹാളിൻ്റെ റോഡിലൂടെ ഒറ്റയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം നെഞ്ചുവരിച്ച് നടന്നു. അതിനുശേഷം പേരാമ്പ്രയിലെത്തി പന്തം കൊളുത്തി പ്രകടനം നടത്തി. നൂറുകണക്കിന് ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തന്നെ സംഭവത്തിനകത്തുള്ള ഒരു പ്രതിഷേധം എന്നോണം നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും RMPയുടെ ഒക്കെ പ്രവർത്തകർ സംഘടിച്ചെത്തി ഷാഫിക്ക് കവചം തീർക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ചുരുക്കത്തിൽ ഷാഫി ഈ ഒരു അവസരത്തിൽ ഒരു പെട്ടെന്നൊരു ഹീറോ ആയി ഉദിച്ചുയർന്നൊരു സാഹചര്യമാണുള്ളത്. വടകര MLA അങ്ങനെ അങ്ങ് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഷാഫിക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രി നമ്മൾ തിരുവനന്തപുരത്ത് അടക്കമുള്ള മാർച്ച് കണ്ടതാണ്. ഇന്നിപ്പോൾ മണ്ഡലത്തിൽ വടകരയിലുടനീളം ഷാഫിക്ക് അനുകൂലമായി പ്രകടനങ്ങൾ നടത്തുകയാണ്. ചുരുക്കത്തിൽ ഒരു വടി കൊടുത്ത് അടിവാങ്ങുന്ന ഒരു കാഴ്ചയാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിപ്പോൾ കരുതിക്കൂട്ടി തടഞ്ഞതല്ല എന്നൊക്കെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എങ്കിൽ പോലും അതിൽ നിന്ന് ഇനിയിപ്പോൾ ആലോചിച്ചുറപ്പിച്ച അത്രമൊരു സമരമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. ചുരുക്കത്തിൽ ഡിവൈഎഫ്ഐക്ക് ഷാഫിക്കെതിരായ ഒരു പ്രതിരോധത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്യുന്നു. ഷാഫിക്ക് ഒരു അവസരം ഇത് ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ ചെറുക്കാനും കഴിയുന്നു. ചുരുക്കത്തിൽ ഷാഫി ഈ ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നു, ഒരു ഗോൾ അടിച്ചുകൊണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.